കണ്ണിൽ ഈറനണിഞ്ഞ് ധ്യാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ ലോ ആയിട്ടിരുന്ന ഇമ്മീഡിയറ്റ്ലി ഞാൻ യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്യും ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂ. എല്ലാവർക്കും നമസ്കാരം. വിസിറ്റർ എന്ന സിനിമയിലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. രാഹുലും നീതുവും ചേർന്നാണ് സിനിമയുടെ കഥ പറയാൻ വേണ്ടി വരുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരു ഹൊറർ സിനിമ. ഞാൻ ഹൊറർ സിനിമകളൊക്കെ കാണാൻ വളരെ പേടിയുള്ള ഒരാളാണ്. അധികം ഒന്നും കണ്ടിട്ടില്ല. അഞ്ചാം പാതിര പോലും വളരെ ബുദ്ധിമുട്ടിയാണ്. അത് ഹൊറർ ജോൺറിയാണെന്ന് പറയാൻ പോലും കഴിയില്ല. എന്നാലും സിനിമകളൊക്കെ വളരെ ബുദ്ധിമുട്ടി എന്താ പറയുക, കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കുറെ ചെവിയിൽ എയർപോർട്ടൊക്കെ വെച്ച് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ഹൊറർ സിനിമ കാണുന്നത്. പക്ഷെ എന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സിനിമയിൽ പെർഫോം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെ ഒരു ട്രയലാണ്. എനിക്ക് വളരെ ടഫായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ഡു ജസ്റ്റിസ് ടു ഇറ്റ്. And thank you, Gafurka, for taking an initiative to produce a movie like this with a lot of newcomers in it. And thank you so much, Diliveta, for being here. എല്ലാ കാലത്തും ദിലീപേട്ടനോട് ആദ്യത്തെ സിനിമയിൽ ഇഷ്ടം എന്ന എൻ്റെ സിനിമയിലൂടെ ഞാൻ സിനിമാ രംഗത്തേക്ക് വന്നപ്പോൾ ദിലീപേട്ടൻ്റെയും കൂടി ഒരു യെസ് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത്. അതുകൊണ്ടാണ് മുതുകുളം പോലുള്ളൊരു നാട്ടിൽ നിന്ന് ഇപ്പോൾ പേര് പറഞ്ഞാൽ അറിയാമെന്നുള്ളൊരു നിലയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. അപ്പം അന്ന് ഞാൻ കാലുതൊട്ട് നമസ്കരിച്ചിട്ടാണ് ആദ്യം സിനിമ ഷൂട്ടിംഗ് തീർന്നപ്പോൾ ഞാൻ പോകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആ ബഹുമാനം എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടാവും. ആ സ്നേഹവും ബഹുമാനവും എന്നും തിരിച്ചു തന്നിട്ടുള്ള ഒരു കോ ആക്ടറാണ് ദിലീപേട്ടൻ. ആൻഡ് thank you so much for coming here and doing this favor to us. പിന്നെ ലിസ്റ്റിൻ ആൻഡ് സന്ദീപ് എനിക്ക് വളരെ ചെറുപ്പം തൊട്ട് എൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ അവൻ്റെ സിനിമയിലൊന്നും തന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. ഇതുവരെ എനിക്ക് പറയാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നീ ആലോചിക്കണേ. ആൻഡ് ലിസ്റ്റിൻ ഞാൻ തിരിച്ചു വന്ന ഒരുത്തി എന്ന സിനിമയിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ആവശ്യത്തിനാണ് ആദ്യമായിട്ട് ഞാൻ ലിസ്റ്റിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അന്ന് വളരെ സ്നേഹത്തോടു കൂടി ആ ദൗത്യം ഏറ്റെടുക്കുകയും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാലയളവിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ വളരെ ന്യൂ ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. മൊത്തം സിനാരിയോ ഒക്കെ മാറി, പരിചയമുള്ള ആൾക്കാരൊക്കെ മാറി, അങ്ങനെയാണ്. പക്ഷെ എന്നാലും ആ പരിചയക്കുറവിനിടയിലും ഇപ്പോഴും സ്നേഹത്തോടെ എല്ലാവരും നോക്കി കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് എൻ്റെ ക്ഷണം സ്വീകരിച്ച് എത്തിയ മേജർ രവി സാറിനോടും ഒരുപാട് നന്ദി. അപ്പോൾ സാറിൻ്റെ പേര് ഞാനിങ്ങനെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മോൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മേജറൊക്കെ ആണോ? ഞാൻ പറഞ്ഞു മേജറൊക്കെ ആണല്ലേ. അപ്പോൾ പെട്ടെന്ന് ഗൂഗിൾ ചെയ്തു. അപ്പൊ ഈ NSG എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഓ മൈ ഗോഡ്, ഇത്ര വർഷം കമാൻഡോ ആയിരുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയാ, ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി സായി. എനിവേസ് താങ്ക് യു സോ മച്ച് സർ ഫോർ കമ്മിങ് ഹിയർ. ആൻഡ് പിന്നെ ധ്യാൻ ഇങ്ങനെ ഞങ്ങള് ഇതിനു മുന്നേ ഒരുമിച്ചൊരു ഇനോഗ്രേഷൻ ചെയ്തിരുന്നു. അന്ന് ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മെസ്സിയെ കാണാനാണോ അല്ലേ? മെസ്സിയുടെ എന്തോ ഒരു കഥ പറഞ്ഞു. അന്ന് ധ്യാൻ തന്നെ ഓർമ്മ ഉണ്ടാവില്ല ധ്യാൻ എന്തൊക്കെ കഥകളാ പറയുന്നതെന്ന്. മെസ്സിയെ കാണാനുള്ള അവസരം ഉണ്ടായിട്ട് അത് വേണ്ടെന്ന് വെച്ച് ഞാൻ ഇനോഗ്രേഷന് വന്നു എന്നൊക്കെ പറഞ്ഞ്. എനിവേസ് ഓൾവേസ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ ഒരുപാട് ഇങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും വാച്ച് ചെയ്യുന്ന ഒരാളല്ല. സോഷ്യൽ മീഡിയ അങ്ങനെ വലുതായിട്ട് കാണാറില്ല. ഞാൻ എൻ്റെ എന്തെങ്കിലും ഇന്റർവ്യൂ കൊടുത്താൽ അതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണാറില്ല. പക്ഷെ whenever I feel low, ലൈഫിൽ എന്തെങ്കിലും ഒരു
ക്രൈസിസ് ഫീൽ ചെയ്ത് ഭയങ്കര ലോ ആയിട്ടിരുന്ന ഇമ്മീഡിയറ്റ്ലി ഞാൻ യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്യും ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂ. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ടൈപ്പ് ചെയ്തിരുന്നത് ശ്രീനിവാസൻസ് ഇന്റർവ്യൂ എന്നാണ്. കാരണം ശ്രീനിവാസൻ സാറിന്റെ നർമ്മം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇവൻ സംസാരിക്കാൻ ക്ലാരിറ്റി കുറഞ്ഞിരുന്ന സമയത്ത് പോലും അദ്ദേഹം സംസാരിക്കുന്ന കൗണ്ടേഴ്സിന്റെ അത്രയൊന്നും ചിലപ്പോ ധ്യാനിന് പറയാൻ അത്രക്കും ഇത് പറയാൻ കഴിയാറില്ല. പക്ഷെ ധ്യാൻ എന്റെ വലിയൊരു എന്താ പറയാ, എന്റെ മാത്രമല്ല ഒരുപാട് മലയാളികൾക്ക് വലിയൊരു സ്ട്രെസ് ബസ്റ്റർ ആണ് ധ്യാൻ. സോ ഏറ്റവും കൂടുതൽ ധ്യാനിനോട് എല്ലാവർക്കും തോന്നുന്ന കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടും ഓപ്പൺ ആയിട്ടും സംസാരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയുള്ള ധ്യാൻ ഇന്ന് പബ്ലിക്കായിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം CM ആവുമ്പോൾ പേടിക്കണ്ട ധ്യാൻ CM ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ധ്യാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ ധ്യാൻ? ഇൻവിറ്റേഷനോടുകൂടി എനിക്ക് വരാൻ കഴിയുള്ളൂ. ഞാൻ എന്നെ മറക്കില്ല. അത്തരത്തിലൊരു നിലയിലെത്തി കഴിയുമ്പോഴും CM ആയി കഴിയുമ്പോഴും ഞാൻ ആ പാവാടക്കാരിയെ മറക്കില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ ധ്യാൻ. അപ്പൊ എന്തായാലും അങ്ങനെ ധ്യാൻ CM ആകുന്ന ആ നല്ല ദിവസം ചാരിറ്റിയൊക്കെ ഒരുപാട് ചെയ്ത് CM ആകുന്ന ആ നല്ല നാളേക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ച് ചാരിറ്റി ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള പൈസ ഗഫൂർക്കയ്ക്ക് വാങ്ങിക്കൊടുക്കാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.